ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു താറ് CRD ഫുൾ സിസ്റ്റം ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ അതിൽ ഇരുന്നേച്ച ഡൗൺ പൈപ്പാണ് ഈ കാണുന്നത്. ഇതാണ് കണ്ടീഷൻ. അവിടെ ഇവിടെയൊക്കെ നിറയെ മെറ്റലൊക്കെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രാക്ക് വീണിട്ട് പീസൊക്കെ വെച്ച് വെൽഡ് ചെയ്തേക്കണേണ്. പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞ് എക്സോസ്റ്റ് ബെല്ലാണ് ഇതിലിരിക്കുന്നത്. ഈ വണ്ടിയുടെ വൈബ്രേഷൻ ആ ഒരു ബെല്ലോ താങ്ങില്ല. പിന്നെ ഇതാണ് കണ്ടോ, ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ്. പിന്നെ ഇതിൻ്റെ പൈപ്പ്, ബാക്കിയുള്ള പൈപ്പിങ്ങാണ് ഈ കാണുന്നത്. ഇവിടെ ബെൻഡ് വരുന്ന സ്ഥലത്ത് ഈ ആംഗിൾ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് വെച്ചേക്കണേ, ബെൻഡൊന്നും വെക്കാണ്ടേ. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളതിൻ്റെ ഡൗൺ പൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൗൺ പൈപ്പിൻ്റെ ഒരു ഫിനിഷ്. പിന്നെ അതിന് ബെല്ലോ ഒക്കെ വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ വൈബ്രേഷനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു സ്റ്റേജ് 2 ബിൽഡാണ്. ഇതിന് കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയറോ ടർബൈൻ ക്യാനാണ് ചൂസ് ചെയ്യണത്. ഈ എയറോ ടർബൈൻ ക്യാൻ നോർമൽ വൂൾ പാക്ക് ക്യാനിനേക്കാളും നല്ല പെർഫോമൻസ്, നല്ല ടോർക്ക് റിച്ച് ആയിരിക്കും. ബാക്കിയുള്ള ഇതിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൗൺ പൈപ്പ് സെറ്റ് ചെയ്തു, പിന്നെ മിഡ് പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എയറോ ടർബൈൻ ക്യാൻ ഇവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതാണ് പൈപ്പിങ്. നമ്മളിതിൽ ഒരു BMC ഡയഡ എയർ ഇൻടേക്കും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ. നമുക്കിനി ഇതിൻ്റെ സൗണ്ട് നോക്കാം. ഇതിപ്പോൾ ട്യൂൺഡ് അല്ല, സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഇത് സ്റ്റേജ് 2 പുഷ് ചെയ്യാനുള്ളതാണ്. ഇപ്പം നമുക്ക് ട്യൂൺ ഇല്ലാണ്ടുള്ള അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. ഇതിൽ BMCയുടെ ഡയഡ് ഫിൽറ്ററും ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഹീറ്റ് റെസിസ്റ്റൻറ്റ് റാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് കൂടി ഒന്ന് കേൾക്കാം. പിന്നെ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തേക്കണതെന്നും എല്ലാ കാര്യങ്ങളും കാണുകയും ചെയ്യാം.